പലതരം ചേരുവകൾ. നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ കുടിക്കുന്ന സർവത്താട്ടോ ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ ഇതിന് നറുനീണ്ടി സർവത്ത് എന്ന് പറയും. ഇതിന് നന്നാരി സർവത്ത് എന്ന് ചിലത്തൊക്കെ പറയാറുണ്ട്. ഈ സർവത്ത് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണിത്. ഇതിന് നറുനീണ്ടി കേങ്ങ് എന്ന് പറയും. ഇതൊരു 100 ഗ്രാം ഞാൻ വാങ്ങിച്ചതാണ്. പച്ചമഞ്ഞളും കറ്റാർവായൊക്കെ കിട്ടുന്ന ആയുർവേദ കടകളിൽ നമുക്കിത് കിട്ടും കേട്ടോ. നല്ലതുപോലെ കഴുകി എടുത്തിട്ട് നമുക്കിത് ഓവർനൈറ്റ് കുതിരാനായിട്ട് വെക്കണം കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ചതച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാട്ടോ. അപ്പോൾ കൂടുതൽ സത്തിളകി കിട്ടും. ഞാനിപ്പോൾ ചതക്കണമൊന്നുമില്ല, അങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇനി നേരം വെളുത്തിട്ട് ബാക്കി ചെയ്യാം. ഇതവിടെ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ഞാൻ കുതിർന്ന് എടുത്തതാട്ടോ. ആ വെള്ളം കളയണ്ട, അതങ്ങനെ തന്നെ ഒരു തിളപ്പിക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഒരു 10-17 ഏലക്ക എടുത്തിട്ടുണ്ട്. കിഴങ്ങ് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം കറക്റ്റാക്കിയിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക. നന്നായിട്ട് തിളപ്പിച്ച ശേഷം തീ കുറച്ചിട്ട് അടച്ച് വയ്ക്കുക. നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇളകി പോരാനാണ്. ഇനി നമ്മൾ സർവത്ത് തിളപ്പിക്കാൻ പറ്റിയ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഇത് അരിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ കിഴങ്ങ് ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് വീണ്ടും തിളപ്പിക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഏലക്കയുടെയും ആ കിഴങ്ങിൻ്റെയൊക്കെ സത്ത് കംപ്ലീറ്റ് ആ വെള്ളത്തിലേക്ക് പോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം തിളപ്പിച്ച് വയ്ക്കുന്നത്. കിഴങ്ങ് തിളപ്പിക്കലൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഞാനിപ്പോൾ വെള്ളം അളന്ന് നോക്കിയതാണ്. ഇപ്പോൾ 1 ലിറ്റർ വെള്ളം അത് ടോട്ടൽ തിളപ്പിച്ച് വെച്ചതുണ്ട്. ഞാനിവിടെ 2 ലിറ്റർ സർവത്താണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ 1.5 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ബാക്കി വേണ്ട 1/2 ലിറ്റർ വെള്ളം കൂടി ആ സർവത്ത് തിളപ്പിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, നമുക്ക് തിളപ്പിക്കാനുള്ളതാണ്. ഇനി നമുക്ക് വേണ്ട മെയിനായിട്ടുള്ളൊരു ഘടകമാണ് പഞ്ചസാര. 1.5 കിലോ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് വേണം. 2 ലിറ്റർ സർവത്ത് തിളപ്പിക്കാൻ 1.5 കിലോ പഞ്ചസാര വേണം. നമ്മുടെ സർവത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി, നല്ലൊരു ഗോൾഡൻ കളർ വരുമല്ലോ, ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യണത്. 2 സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഞാൻ നന്നായിട്ട് കത്തിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എന്തോരം കത്തിച്ച് ഇത് കത്തിക്കണം അത്രയും നമ്മുടെ സർവത്തിന് കളർ വരും. പഞ്ചസാര കത്തിക്കാൻ നല്ല പാത്രം ഒന്നും എടുക്കണ്ട കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള കൊള്ളില്ലാത്തൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ച് ഒഴിച്ച് ഇളക്കിയിട്ട് ആ സർവത്ത് തിളപ്പിക്കാനുള്ള പാത്രത്തിലേക്ക് തന്നെ അത് ഒഴിച്ച് കൊടുക്കുക. ഇനി കംപ്ലീറ്റ് സർവത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിലെനിക്ക് ഏലക്കയുടെ സ്മെല്ലൊക്കെ തീരെ കുറവ് പോലെ തോന്നി. അതാണ് ഞാൻ കുറച്ചുകൂടി ഏലക്ക ഇട്ട് കൊടുത്തതാണ്. നമ്മൾ തിളപ്പിച്ച് വെച്ചേർന്ന ഏലക്ക ഉണ്ടല്ലോ, അത് ഞാൻ ചതച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഇനി സത്ത് ഇളകാത്തതാണോ എന്നറിയാത്ത കാരണം അതും ഞാൻ പൊട്ടിച്ചിട്ട് അതിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത് നമ്മുടെ പഞ്ചസാരയിലുള്ള അയക്കൊക്കെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അതിനിപ്പോഴത്തെ പഞ്ചസാരയിലൊന്നും അങ്ങനെ അയക്കൊന്നും ഇല്ല, നിർബന്ധമില്ല. ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതിയേ. അതിൻ്റെ ഇടയിൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് തരട്ടോ. നമ്മൾ പുതിയ ആൾക്കാരാണ്, അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് നമുക്കൊരു ഒരു 7 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം ഓഫ് ചെയ്തിടാം. നന്നായിട്ട് ചൂടാറിയ ശേഷം വെള്ളമൊക്കെ തുടച്ചളഞ്ഞ് നല്ല ഉണങ്ങിയൊരു ഭരണിയിലേക്ക് അരിച്ചൊഴിച്ച് വയ്ക്കാം. നമ്മൾ എടുത്ത് വയ്ക്കാനാണെങ്കിൽ 1 വർഷമൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ പുറത്തൊക്കെ ഒരാഴ്ചയൊക്കെ ഇരിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ സർവത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കാം. നമ്മൾ ഡെയിലി 12:15 വീഡിയോ ഇടുന്നുണ്ട്. 햇살이 너무 좋았어. Thank you.